എടാ പൈസ വേണം, പലിശക്ക് എടുക്കാനും പറ്റത്തില്ല, കടം മേടിക്കാനും പറ്റത്തില്ല. എടാ നമ്മൾ ഈ ആദർശമൊക്കെ വെച്ചുകൊണ്ടിരുന്ന പെങ്ങളുടെ കല്യാണം എങ്ങനെ നടത്തും? ആരോടും കടം ചോദിക്കാനൊന്നും വയ്യടാ. ഒരു ബാധ്യതകൾ തീർത്തുമൊക്കെ നിനക്കറിയാമല്ലോ. വീട് വിറ്റിട്ടാണേലും അവിടെ കല്യാണം നടത്താം. ഒരു വഴിയുണ്ട്, കുറച്ച് വളഞ്ഞ വഴിയാണ്. എൻ്റെ പൊന്നു മോനെ, നിൻ്റെ ഒരു ഉടായ്പ വഴിയും വേണ്ട. നീ ഒന്ന് കേൾക്കടാ, ഇതങ്ങനെ വർക്കൗട്ട് ആയാലുണ്ടല്ലോ ലോട്ടറിയാ. പറ കേൾക്കട്ടെ. നീ ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്നു. ബെസ്റ്റ്. നീ അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളളിയാ. പക്ഷെ നീ മത്സരിക്കുന്നില്ല. ഇലക്ഷൻ ക്യാൻസലായോ? എടാ പൊട്ട, നിന്നെ ഇഷ്ടമില്ലാത്ത ഒറ്റ നാട്ടുകാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടുത്തെ ജനങ്ങൾക്ക് നീ ജാതിയോ മതമോ നോക്കാതെ ചെയ്ത ഉപകാരങ്ങളൊക്കെ അവർക്ക് എന്നതായാലും നന്ദി കാണിക്കും. എടാ അതുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ പെങ്ങളെ കല്യാണം നടക്കുന്നത്? എടാ നീ നിന്ന മറ്റു സ്ഥാനാർത്ഥികൾക്ക് അതൊരു ഭീഷണിയാണ്. നീ പിന്മാറ എന്നതായാലും ഒരു നല്ലൊരു പൈസ ഓഫർ ചെയ്യുവേ, അതുപോലെ നിനക്ക്. എടാ അത് നാട്ടുകാർക്ക് എന്നോടുള്ളൊരു ഇഷ്ടമാണ്. ഞാനത് മിസ്യൂസ് ചെയ്യുന്നത് വളരെ ചീപ്പ് പരിപാടിയാണ്. അതേങ്ങ. എടാ കടവും പരിചയമില്ലാതെ പെങ്ങളുടെ കല്യാണം നടത്താൻ നീ വേറെ മാർഗം വല്ലതും കണ്ടിട്ടുണ്ടോ? പിന്നെ എന്നാ നോക്കാല്ലേ, ഇനി ഞാൻ എന്നാ ചെയ്യണ്ട? ആദ്യം ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഒരു ലൈവ് വിടും. ഇത് നാട്ടുകാരോട് പറയണം, നീ ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുക, എനിക്ക് നല്ല കട്ട സപ്പോർട്ട് തരണമെന്ന്. ബാക്കിയൊക്കെ പുറകെ വന്നോളൂ. എന്നാ ആരൊക്കെ നോക്കാല്ലേ. ഹലോ, എൻ്റെ ഐഡിയ കൊള്ളാം. പിന്നല്ല, ആരൊക്കെ വന്നു? ഇത് ഇപ്പം വരെ 2 സ്ഥാനാർത്ഥിമാർ എത്തിയിട്ടുണ്ട്. പൊളി. ദേ ചിലവുണ്ട് കേട്ടോ. ആടാ, ചെലവിൻ്റെ കാര്യം പറയാൻ തന്നെ എന്നെ വിളിച്ചത്. എടാ അതൊക്കെ പൈസ കിട്ടി, നിന്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് മതി. അല്ല അവരെത്ര ഓഫർ ചെയ്തേ? ഒരാൾ 1.5 ലക്ഷം, രണ്ടാമത്തെ ആൾ 2 ലക്ഷം വരെ പറഞ്ഞിട്ടുണ്ട്. പൊന്നളിയാ പൊളിച്ച്. എടാ നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. എടാ നീ പറഞ്ഞ ഐഡിയ എൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടി 2 അവന്മാർ വന്ന് നിൽക്കുന്ന ഇവിടെ. എടാ അവന്മാർ പിന്മാറിക്കോളാന്ന്. ഞാൻ 2 ലക്ഷം രൂപ വെച്ച് അവന്മാർക്ക് കൊടുത്താൽ മതി. ഇന്ന് പൊന്നടാ, ഒരുത്തിനെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞൊഴിവാക്കി. അടുത്തവ മുറ്റത്ത് നിൽക്കുക, ഗൂഗിൾ പേയിൽ എന്തെങ്കിലും അഡ്വാൻസ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചുകൊണ്ട്.